സന്യാസിമാരെല്ലാം ഇളക്കമില്ലാത്ത മനസ്സുമായി ഇരിക്കുന്നവരായതുകൊണ്ടാണ് സമാധിസ്ഥരെന്ന് വിളിച്ചിരുന്നത്. അല്ലാതെ അവന്മാരാരും നമ്മളെ അതിന് അങ്ങനെ ഒരു അർത്ഥമുണ്ടല്ലേ, ശരിക്കും ജീവിച്ചിരിക്കെ ഉള്ള മരണമാണ്. അത്രയാൾ ജീവിച്ചിരിക്കുമ്പോൾ സമാധിസ്ഥനായവനെ ചത്താലും സമാധിയാവുകയുള്ളൂ. കാരണം മരണം ഭയങ്കര പേടിയുള്ളതാണെന്നും ആ സമയത്തും മനസ്സിന് ഇളക്കം തട്ടിയിട്ടില്ലാത്തവന് ഈ നേരത്തെ തന്നെ സമാധാനമുള്ളവന് കഴിയൂ എന്ന് വിചാരിച്ചിരുന്നത് കൊണ്ട് മാത്രം ഉണ്ടാക്കിയതാണ് സ്വാമിമാരുടെ സമാധി. വേറെ ഒരു അർത്ഥവുമില്ല. ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നാണ്. അത് സമ്യക്കായി, ഇംഗ്ലീഷിൽ ഇക്വിപ്പോയിസ്ഡ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഇളക്കം തട്ടാതിരിക്കുന്ന മനസ്സ്, ഏത് സന്ദർഭത്തിലും ഇളകാതിരിക്കുന്ന മനസ്സുള്ളവനെ പറ്റിയാണ് സമാധിസ്ഥൻ എന്ന് പറഞ്ഞിരുന്നത്. അതങ്ങനെ സമാധിസ്ഥനായിരിക്കുന്ന ലോകത്തിനെ പറ്റി അല്പം ആലോചിച്ചാല് അവർക്കൊക്കെ ഈ പറയുന്ന സമാധിസ്ഥനാകാൻ പറ്റും. ജീവിതത്തിനെ പറ്റി മനസ്സിലാക്കുന്ന ആർക്കും പറ്റും. അത്രേ ഉള്ളത്. അവർ മരിക്കുക